ഷെഡിൻ്റെ മുകളിലാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അതിൽ പോകുന്ന ലൈനാണ്. ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇത് ഇങ്ങനെ അതിനകത്ത് മുകളിൽ കയറി അങ്ങനെ ആരും കരുതുന്നില്ലല്ലോ. അതാണ് സംഭവിച്ചു പോയത്. അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. ഒരു 13 വയസ്സുകാരനെ കൊന്നിട്ട് ന്യായം നിരത്തുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളിന് സമീപത്തെ ശാസ്താംകോട്ട തടാകം നിറയെ നാടിന്റെ കണ്ണീരാണ്. ഷോക്കടുപ്പിച്ച് 8ാം ക്ലാസ്സുകാരനെ കൊന്നു. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ. അവൻ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവുമൊക്കെ ഈ വീട്ടിൽ കാണാം. കൂലിപ്പണിക്കാരനായ അച്ഛൻ, മക്കളെ വളർത്താൻ വിദേശത്ത് ജോലി തേടി അലയുന്ന അമ്മ, അനിയൻ, എല്ലാവരെയും തനിച്ചാക്കി മിഥുൻ യാത്രയായി. ആ കുട്ടി ഇങ്ങനെ മരിക്കേണ്ടവനല്ല. മിഥുനെ കൊന്നതാണ്. സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നു KSEBിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്ന്. KSEB പറയുന്നു സ്കൂൾ മാനേജ്മെൻറ്റ്. എന്തായാലും നഷ്ടപ്പെട്ടത് ആ അച്ഛനും അമ്മയ്ക്കും ആ വീട്ടുകാർക്കുമാണ്. 13 വയസ്സുള്ള കുഞ്ഞിൻ്റെ ദാരുണം മരണം ഇവിടെ ഉണ്ടാക്കിയ വിടവ് ആര് നികത്താൻ കഴിയും? സ്കൂളിന് മുന്നിൽ നിയമങ്ങൾ നോക്കാതെ അനുമതി വാങ്ങാതെ കെട്ടിയൊരു സൈക്കിൾ ഷെഡ്. കാറ്റൊന്ന് വീശിയാൽ തകർന്നടിയുന്നൊരു താൽക്കാലിക പുര. അതിനു മുകളിൽ കുട്ടിക്കളിക്കിടെ വീണൊരു ചെരുപ്പ്. ആ ചെരുപ്പിന് അച്ഛന്റെയും അമ്മയുടെയും കഷ്ടപ്പാടിന്റെ വിലയാണ്. അത്രമേൽ കാത്തിരുന്നിട്ടുണ്ടാകും ആ ചെരുപ്പിനായി. അതെടുക്കാനായാണ് മിഥുൻ കയറിയത്. ആടിയുലഞ്ഞ ഷീറ്റിന് മുകളിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ കയറി പിടിച്ചത് വൈദ്യുതി ലൈനിൽ. ചെരുപ്പ് അവിടെ കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക്, ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് മിഥുൻ കയറി കമ്പ് ഉപയോഗിച്ച് ചെരുപ്പ് കുത്തി താഴേക്കിടാൻ ശ്രമിച്ചു. പക്ഷേ മഴയുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കാല് തെന്നി മിഥുൻ താഴേക്ക് പോകുന്നു. ആ സൈക്കിൾ ഷെഡിൻ്റെ തൊട്ട് മുകളിൽ കൂടി ഒരു 3 ഫേസ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു. അങ്ങനെ ഷോക്കേറ്റ് പിടഞ്ഞ മിഥുനെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പുറത്തെടുത്താണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത്, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മാനേജ്മെൻറ്റുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് അധികാരികൾ പറയുന്നത് ഷെഡിൻ്റെ മുകളിലാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അതിൽ പോകുന്ന ലൈനാണ്. ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇത് ഇങ്ങനെ അതിനകത്ത് മുകളിൽ കയറി അങ്ങനെ ആരും കരുതുന്നില്ലല്ലോ. അതാണ് സംഭവിച്ചു പോയത്. അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. സൈക്കിൾ ഷെഡിൻ്റെയും സൈഡിൽ കൂടെ അതിനും ഇപ്പുറത്തൂടെ പോയേക്കുന്നത്. അപ്പോൾ ഈ താഴെ വീഴാതിരിക്കാൻ വേണ്ടി എത്തിയാലും പിടിച്ചു. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി ആ വൈദ്യുതി കമ്പി നേരെ ഈ സൈക്കിൾ ഷെഡ്, അനധികൃതമായി നിർമ്മിച്ച ഈ സൈക്കിൾ ഷെഡിന്റെ തൊട്ടു മുകളിലാണ് എന്നുള്ളതാണ്. മരണസമയത്ത് പോലും ഈ സ്കൂളിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ്. കാര്യം ജൂൺ തുടങ്ങിയ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ഇത്തരത്തിലുള്ള ലൈനുകൾ മാറ്റണമെന്നുള്ളത് കൃത്യമായുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അവയൊന്നും പാലിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് തയ്യാറായില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കള്ളം കള്ളം പൊളിയുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഈ സൈക്കിൾ ഷെഡിന്റെ തൊട്ട് മുകളിൽ കൂടി തന്നെയാണ് ഈ വൈദ്യുതി ലൈൻ കടന്നു പോയിട്ടുള്ളത്. അതിന് തെളിവാണ് ഈ ദൃശ്യങ്ങൾ. വൈദ്യുതി കണക്കെ മരണവാർത്തയറിഞ്ഞ് ഉള്ളിലൊരു സങ്കടത്തിന്റെ പ്രവാഹം. CPM നേതാക്കൾ ഉൾപ്പെടുന്ന മാനേജ്മെന്റ് ഭരിക്കുന്ന സ്കൂൾ ഒരു ഫോൺ വിളി കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കടലാസ് കൊണ്ട് മാറ്റാമായിരുന്ന അനാസ്ഥയുടെ വൈദ്യുതി കമ്പികൾ അങ്ങനെ തന്നെ തുടർന്നു. ഒരു കുട്ടിയുടെ ജീവൻ എടുക്കാൻ പാകത്തിന് സൈക്കിൾ ഷെഡ് കെട്ടിക്കാത്തിരുന്നു. ഈ ഭിത്തിയുടെ ഇടയ്ക്കൂടെ ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് ഇത് വീണത്. അപ്പോൾ അവിടെ അന്നേരം ഈ പയ്യനെന്ത് ചെയ്ത് ഡെസ്ക് പിടിച്ചിട്ടിട്ട് അടുത്തുള്ള തടിയുടെ സ്ക്രീനുണ്ട്, ആ സ്ക്രീനിൻ്റെ പുറത്ത് കയറി. ഇപ്പോൾ കൂടെ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർ പറഞ്ഞു, ആ കയറില്ലേ ഇതിനെ കയറില്ലേടാന്ന് പറഞ്ഞ് അവൻ്റെ കാലേ വരെ കയറി പിടിച്ചു. എന്നിട്ട് ഈ പയ്യൻ അങ്ങ് മേളിൽ കയറി, ഇതിൻ്റെ ഭിത്തിയുടെ മേളിൽ കൂടെ അങ്ങ് കയറി ആ സൈഡിൽ ഇടുക്കൂടെ പലക അടിച്ചിട്ടുണ്ട്. ആ പലകയുടെ ഇടിക്കൂടെ സൈക്കിൾ ഷെഡിൻ്റെ പുറത്തേക്ക് കയറി. ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല.
ഇങ്ങനെ അതിനകത്ത് മുകളിൽ കയറി അങ്ങനെ ആരും കരുതുന്നില്ലല്ലോ. നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞില്ല. ഇന്ന് രാവിലെ ഈ വിവരം അറിയും ഇതുപോലെ കുഞ്ഞിനെ കറണ്ടടിച്ച് ആസ്പത്രി തന്നെ പള്ളിക്കുടുത്ത് വെച്ചാന്നുള്ളത്. എങ്ങനെ സംഭവിച്ചു എന്തോന്ന് നമുക്കറിയാൻ വയ്യ. അതിനാണ് കണ്ട ക്യാപ്പോ ലൈനോ ആയിട്ടൊക്കെ പോയെന്ന് പറയുന്നിട്ട് ഇത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഭാഗത്തൊക്കെ ഇതൊക്കെ അവർക്ക് ഗവനിക്കേണ്ടേ എൻ്റെ സാർ? ഇതെല്ലാം അവർ ഗവനിക്കേണ്ടേ? കുഞ്ഞുങ്ങൾ കളിക്കുകയും എടുക്കുകയും ചാടിയും ഓടിയൊക്കെ ചെയ്യുന്ന സ്കൂളുകളില്ലേ? അപ്പോൾ ഈ ലൈൻ എങ്ങനെയുണ്ട്, ഈ ക്യാപ്പ് എങ്ങനെയുണ്ട്, എന്തുവാന്നൊരു വീടോ അറിയാൻ വയ്യ. അങ്ങനെ സംഭവിച്ചത് എന്തുവാന്നൊരു പിടിയും നമുക്കറിയത്തില്ല. ചേട്ടൻ്റെ ദുഃഖത്തിൽ കൃത്യമായി പങ്കുചേർന്ന് കളജിരിയോടുകൂടി സ്കൂളിൽ പോയതാണ്. രാവിലെ എൻ്റെ വീട്ടിൽ 1-ാം തീയതി ഇരിക്കേണ്ടി ഇന്ന് സമയം പോകുമ്പോൾ എൻ്റെ കുഞ്ഞങ്ങ് പോയതാ. രാവിലെ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിൽ കയറി പോകുന്നത്. അങ്ങനെ പോയപ്പോൾ ഇപ്പോഴും ഞങ്ങൾ അറിയുന്നില്ല ഈ ഒരു സംഭവം. ന്യായീകരണങ്ങൾ എത്ര നിരത്തിയാലും മിഥുന്റെ മരണത്തിന് അതുത്തരമാകില്ല. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ സ്കൂളുകളിൽ എത്തുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മരണമുഖം കണ്ടില്ലേ? ഉദ്യോഗസ്ഥർക്ക് ഉത്തരം മുട്ടുകയാണ്. ഇല്ല, ഞാനിവിടെ ലാൻഡ് ഓർഡർ വിഷയമുണ്ട്, തഹസിൽദാർ എന്നുള്ള ഇത് ഇവിടെ വന്നതേ ഉള്ളൂ. അല്ല, ഇതൊന്നും എല്ലാം പരിശോധിച്ച് മറുപടി പറയാൻ ഞാൻ ആളെ അല്ല. ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ഇല്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. കാര്യം സ്വാഭാവികമായും ഒരു കുഞ്ഞിന്റെ മരണമാണ്. എല്ലാ വിഷയങ്ങളും സാർ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട ആളല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്നെങ്കിലും പരിശോധിക്കാനുള്ള ഒരു ധാർമ്മിക സാമാന്യ ഇത് ഉണ്ടാവണ്ടേ? അതൊന്നും പരിശോധിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല, കൂടുതൽ അറിവില്ല. ഒരു കുഞ്ഞ് മരിച്ചിട്ട് ഇപ്പോൾ 5-6 മണിക്കൂറായി. അത് മാത്രമല്ല, ഒരു വൈദ്യുതി ലൈൻ ഏതാണ്ട് ഒരു 2-3 അടിക്ക് അകലെയാണ് ഈ കെട്ടിടത്തിനോട് ചേർന്നുള്ളത്. അങ്ങയുടെ ജൂറിസ്ഡിക്ഷൻ പരിധി വരുന്നൊരു കെട്ടിടമാണ്, സ്കൂളാണ്. എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇല്ല, അതൊന്ന് പരിശോധിച്ചാവട്ടെ. എനിക്ക് ടെക്നിക്കൽ അതോറിറ്റീസ് ഉണ്ടല്ലോ പരിശോധിക്കാൻ. നമ്മൾ തഹസിൽദാരല്ലോ പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ അടക്കം താങ്കളോടാണ് റിപ്പോർട്ട് ചോദിക്കുന്നത്. എൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതായത് ഡിപ്പാർട്ട്മെന്റിലല്ലേ നോക്കാം. സ്വാഭാവികമായും ജനങ്ങൾ ഇത്രയും വൈകാര്യമാകാൻ കാരണം ഒരു കുഞ്ഞിന്റെ മരണമാണ് സംഭവിച്ചത്, അതുകൊണ്ടാണ്. അത് ശരിയാ, സംഭവിക്കാൻ പാടില്ലാതെ സംഭവിച്ചു. നേരത്തെ നേടിയും പറഞ്ഞല്ലോ. KSEBയും കൊലപാതകത്തിൽ കൂട്ടുപ്രതിയാണ്. 40 വർഷം പഴക്കമുള്ള വൈദ്യുതി വഴി, അവിടെ ഇരുമ്പ് കമ്പികൾ മാറ്റി കേബിളിനുള്ളിലാക്കാമെന്ന ചിന്ത പോലും തോന്നിയത് അപകടത്തിന് 2 ദിവസം മുൻപ്. അപകടം മുൻകൂട്ടി കണ്ടിട്ടും എന്തേ അനങ്ങിയില്ല? സ്കൂൾ മാനേജ്മെന്റ് പരാതി പറഞ്ഞില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് KSEB. ഇവിടെ ഒരു പോസ്റ്റ് ഇടേണ്ടതുണ്ട്. അപ്പോൾ മാനേജ്മെന്റിന്റെ അനുവാദം കിട്ടുന്നതോടുകൂടി അത് കേബിളിംഗ് ചെയ്യാൻ വേണ്ടിയാണ് KSEB തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതോ മാനേജ്മെന്റ് അനുമതി തന്നില്ല? ഇല്ല, അവരുടെ അനുവാദം കിട്ടുമ്പോഴാണ് അത് ആ വർക്ക് ചെയ്യാൻ പറ്റും. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനം അറിയിക്കാന്നാണ് അസിസ്റ്റന്റ് അടുത്ത് പറഞ്ഞത്. ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടും ചെയ്യും. നമ്മളുടെ ആൾക്കാരുടെ ലൈൻ പെട്രോളിംഗ് നടത്തും. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് കണ്ടിട്ടുള്ളത് അവിടെ ഈ രീതിയിലുള്ള ഒരു കേബിളിംഗ് മാറ്റാനുള്ള ഒരു പ്രപ്പോസലൊക്കെ തയ്യാറാക്കി. അനധികൃതമായിട്ടുള്ള ഒരു നിർമ്മാണം ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റേണ്ടത് പിന്നെ പഞ്ചായത്ത് അതോറിറ്റീസാണ്, ലോക്കൽ ബോഡീസാണ്. KSEBക്ക് അതിൻ്റെ അധികാരമില്ല. സാധാരണ ഇലക്ട്രിസിറ്റി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ വരുമ്പോൾ ഈ മാനേജ്മെൻറ്റിന് നോട്ടീസ് കൊടുക്കും. ഇവർ മാനേജ്മെൻറ്റ് നോട്ടീസ് കൊടുത്തു എന്നാണ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അത് കണ്ടില്ല എന്നാണ് നടിച്ചത്. സാധാരണയായി നമ്മുടെ വീടിനടുത്ത് പോലും ഒരു നിലവിലുള്ള ഒരു ലൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയിലേക്ക് അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷയിന്മേൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ അപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വന്ന് ഇതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കും. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാൽ ഇതിന് പണം ആരടയ്ക്കണം? മാനേജ്മെൻറ്റ് അടയ്ക്കണം. എന്നാൽ മാത്രമേ ഈ ഇലക്ട്രിസിറ്റി ഈ ലൈൻ മാറ്റി കൊടുക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ഇവർക്ക് അത്ര ഉത്തരവാദിത്തമില്ലാത്ത തരത്തിൽ പോയി അല്ലെങ്കിൽ പണമില്ലാതെ പോയാൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന് ഇവർക്കൊരു അപേക്ഷ കൊടുക്കാം. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ സൈക്കിൾ ഷെഡ് കെട്ടാൻ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ വാദിക്കുന്നു. നാട്ടിലൊരു പെട്ടിക്കട അനുമതിയില്ലാതെ തുടങ്ങിയാൽ പൊളിച്ചെടുക്കുന്നവർക്ക് കുട്ടികളുടെ ജീവന്റെ വിലയുള്ള അനാസ്ഥ കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെ കഴിഞ്ഞു?
പൊതുജനങ്ങൾ വരെ പല പ്രാവശ്യം ഇത് പറഞ്ഞതാണ്. ഈ KCB ആയിട്ട് ബന്ധപ്പെട്ട് ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ ഇത് മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ സ്കൂൾ അധികൃതർക്കും ഇതിൽ ഉത്തരവാദികളാണ്. അവരങ്ങനെ കൈ ഒഴിയാൻ സാധിക്കുകയില്ല. ഇത്രയും ഒരു സംഭവം നടന്നിട്ടും ഇതിന്റെ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഇതിന്റെ തീരുമാനം പറയാൻ ആർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പറയാൻ പോലും നിർവഹണ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലൊരു ലൈൻ പോയിട്ട് അത് മാറ്റി വയ്ക്കണം എന്നൊരു തോന്നൽ എന്തുകൊണ്ട് ഇവർക്ക് വന്നില്ല? മാറ്റാൻ സ്ഥലമുണ്ട്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അന്നേരം ഇവർക്ക് ഇതൊന്നും ദേ ആർ നോട്ട് ബോതേഡ്. എന്ത് സംഭവിച്ചാലും പാവപ്പെട്ടവൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതാണ്, അവൻ്റെ ജീവന് വിലയില്ല എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് നയിക്കുന്നത്. ശരിയല്ലാത്ത സിസ്റ്റത്തിന്റെ ഇരയാണവൻ. സ്വപ്നങ്ങൾ നിറയെ ബാക്കിയുള്ളൊരു പൊന്നുമോൻ, പഠിക്കാനും കളിക്കാനും ഒക്കെ മിടുക്കൻ. അവന്റെ പുസ്തകങ്ങൾ നിറയെ പാറിപ്പറക്കാൻ വെമ്പുന്ന പൂമ്പാറ്റകളെ കാണാം, പല നിറങ്ങളിൽ. ചുവരിൽ അവൻ വരച്ചു തുടങ്ങിയ ജീവിതമുണ്ട്. നാടിന് പ്രിയപ്പെട്ടൊരു കുട്ടി, അച്ഛന്റെയും അമ്മയുടെയും അനിയന്റെയും എല്ലാമായ പൊന്നുമോൻ. ഞാൻ രാവിലെ കൊണ്ടുവന്ന എൻ്റെ മോനെ നമ്മുടെ ഇവിടെ ആക്കി, എന്തുവാ ട്യൂട്ടോറിലാക്കിയില്ലേ ഞാൻ, അവിടെ ആക്കിയിട്ട് ഞാൻ പിന്നെ വൈകിട്ട് ചെരുപ്പ് മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാ. സ്കൂളിൽ പോയി പിന്നെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആൾക്കാർ വിളിക്കുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞ്. എനിക്ക് അത്ര അറിയത്തുള്ളൂ, എനിക്കതിൽ കൂടുതലൊന്നും അറിയത്തില്ല. ആ സ്കൂളിൻ്റെ അനാസ്ഥ എന്തോ കാര്യങ്ങൾ എനിക്കൊന്നും അറിയത്തില്ല, മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. മോനെ എനിക്ക് നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. എനിക്ക് 2 മക്കളാണ്. ഇളയാളുണ്ട്, അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് മേശിരി പണിയാണ്. കുട്ടിയുടെ അമ്മ ഇവിടെ ഇല്ല. പണിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെ എന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടേ പോരുന്നേ. എത്ര തേവലക്കരയിലെ മിഥുന്റെ വീട് നിറയെ കൂട്ട നിലവിളിയാണ്. വീട്ടിൽ വിട്ട് പഠിപ്പിക്കാന്ന് സാറ് വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു പോലെ വീട് നാട്ടിലുള്ള അല്ലയോ എന്ന് പറഞ്ഞാണ്ട് എല്ലാവരും കൂടെ വന്ന് വിളിച്ച്, മെമ്പറും എല്ലാരും കൂടെ വന്ന് വിളിച്ച്, സാറും മെമ്പറും എല്ലാരും കൂടെ വന്ന് വിളിച്ച്. അന്നേരം ഞാൻ നമ്മുടെ നാടല്ലയോ പോലെ നമ്മുടെ നാട്ടിൽ വിടുക, അവരുടെ തള്ളയുടെ വീട്ടുകാർ കൊണ്ടുപോയി പഠിപ്പിക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണല്ലോ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നത്. അന്നേരം പറഞ്ഞ് NCC ഉള്ളടുത്ത് വിടണം. അങ്ങനെ അവിടെ വിട്ട അല്ലെങ്കിൽ മെപ്പരക്കുന്നേലോ അല്ലെങ്കിൽ എല്ലാത്തിനും പാസ്സായി. പിന്നെ പന്ത് കളിക്കും പാസ്സായെന്നും വരെ ഞാൻ വന്ന് പറഞ്ഞു അവിടെ നിന്ന് ദൂരെ കണ്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞ്. എന്റെ പൊന്നോമ്മ ഞാൻ വന്ന് പറഞ്ഞ അതിന് പൈസ വേണം, ദൂരെ കണ്ട് പോകണമെന്നു. ഞാൻ പറഞ്ഞ അതും കൂടെ തരാം. അത് പാസ്സായാലും മുട്ടായിക്ക് 100 രൂപയും കൊടുത്തു വിട്ട് എല്ലാവർക്കും മുട്ടായും വാങ്ങിച്ചു കൊടുത്ത് സ്കൂളില് ഞാൻ കൊടുത്തു വിട്ട. എന്റെ പൊന്നുപോലെ ഇന്നെന്റെ പൊന്നുപോലെ അതിന് പോയാന്തോന്ന്, LCCക്ക് പോയാന്തോ, എന്റെ പൊന്നുപോലെ ഫുട്ബോൾ കളിക്കാനും പോയാതോ, എന്റെ പൊന്നുപോലെ എല്ലാരും പഠിക്കുന്ന കുട്ടിപോലെ. മിഥുൻ്റെ ശാസ്താംകോട്ട കായലിനോട് ചേർന്നുള്ള വീട്ടിലാണ് ഞാനുള്ളത്. മിഥുൻ്റെ വീട് നമുക്ക് കാണാവുന്നതാണ്. വളരെ വളരെ പഴയ ഒരു വീടാണ്. വളരെ അവൻ്റെ ഒരു സാമ്പത്തിക പശ്ചാത്തലം എന്താണെന്ന് ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരുപക്ഷെ ആ കുട്ടിക്ക് ആ ചെരുപ്പിൻ്റെ വില എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വീട്. അത്യാവശ്യം നല്ല ഒരു 10-30 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് മിഥുൻ്റേത് എന്ന് മാത്രവുമല്ല അത്ര കാര്യമായ അടച്ചുറപ്പ് ഒന്നുമില്ല. വർഷങ്ങൾ കൊണ്ട്
പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നുണ്ട്. ഈ വീട് വന്ന് അവർ കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു ചിന്താഗതിയോ ഒന്നും അവർ കാണിച്ചിട്ടില്ല. ഇവിടെ 2ഉം 3ഉം വീട് കിട്ടിയ വീട് ഈ പടിഞ്ഞാറേക്കലയുടെ ഈ വെളുന്തറ ഭാഗത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് പോലും ഒരു സഹായത്തിന് അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത്രമേലായണൊക്കെ പിന്നെന്ത് പഞ്ചായത്ത് പറയുന്നത്? വലിയ ഒരു നാട്ടിൻ പ്രദേശമാണ്. അവിടെ അതിസാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീടിന്റെ ഒരു അകത്തെ അവസ്ഥ, കാരണം ആ ചെരുപ്പെടുക്കാൻ വേണ്ടിയാണ് മിഥുൻ അപകടത്തിൽ പെടാനുള്ള ഒരു കാരണം മിഥുൻ ചെരുപ്പെടുക്കാൻ വേണ്ടി പോയതാണ്. കാരണം അവൻ ആ ചെരുപ്പിന്റെ വില എത്രത്തോളം വലുതാണെന്ന് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളും ഈ വീട്ടിലെ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കി തരും. കാരണം വളരെ 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 മോശമായ ഒരു അവസ്ഥയിലുള്ള ഒരു വീടാണ്. ഇതിന്റെ ഓടൊക്കെ ഓടും ഉത്തരവും ഒക്കെ പൊട്ടി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓട് നിറയെ പൊട്ടി കിടക്കുകയാണ്. ഓടിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി മോളെ പ്ലാസ്റ്റിക് മൂടിയിരിക്കുകയാണ്. അത്രമേൽ മോശമായ ഒരു പശ്ചാത്തലം, ഒരു സാമ്പത്തിക പശ്ചാത്തലമുള്ളൊരു കുട്ടിയാണ് മിഥുൻ. എന്നോ അടിച്ച ഒരു നമ്മൾ കുമ്മായം എന്നൊക്കെ പറയുന്ന കുമ്മായം പൂശിയത്, ഏതോ കാലത്ത് കുമ്മായം പൂശിയതാണ്. അതിലൊരു പക്ഷേ മിഥുൻ വരച്ച പടങ്ങളായിരിക്കാം ഈ വെള്ള നിറച്ചുപോയ ചുമരിൽ ഉള്ളത്. പുറകൊത്തൊന്നും തേച്ചിട്ടില്ല, പൂശിയിട്ടില്ല. അത്രമേൽ ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നായിരുന്നു മിഥുൻ. കേട്ടറിഞ്ഞവർക്ക് പോലും താങ്ങാനാവാത്ത വിയോഗ വാർത്ത. പ്രിയപ്പെട്ടവരുടെ ഹൃദയം തകർത്തില്ലെങ്കിലല്ലേ ഉള്ളൂ. ഫുട്ബോൾ ടീമിലുണ്ട്. തേവലക്കര സ്കൂൾ ഫുട്ബോൾ ടീമിലുണ്ട്. NCC ഉണ്ടെന്ന് അറിയില്ല. രാവിലെ തന്നെ അറിഞ്ഞായിരുന്നു. സ്കൂളിൽ പോയപ്പോ ന്യൂസ് കാണിച്ചു ടീച്ചർ. അറിയാവോന്ന് ചോദിച്ചപ്പോ അറിയാവുന്ന. നാടാകെ പ്രതിഷേധത്തിന്റെ സങ്കടത്തിന്റെ ആൾക്കൂട്ടം. ഇവിടെ ഈ സംഭവസ്ഥലം വന്ന് കാണുന്ന ആർക്കും ഇത് മനസ്സിലാകും. ഗുരുതരമായ വീഴ്ച വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്, ഈ സ്കൂളിന് വളരെ ചേർന്നാണ്, സ്കൂൾ കെട്ടിടത്തോട് വളരെ ചേർന്നാണ് ഈ ലൈൻ പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിനകത്ത് ഈ ലൈൻ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ലൈൻ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു. ഇവിടെ അൺഫിറ്റായിട്ടുള്ള കെട്ടിടം, അതിനോട് ചേർന്ന് താഴ്ന്നു കിടക്കുന്ന ലൈൻ ആസ്പെറ്റോ ഷീറ്റിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള രീതിയിൽ തുറന്നു കിടക്കുന്നു. ഈ മാനേജ്മെന്റ് CPM-ന്റെ ആയതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്ന് അതിനെ ന്യായീകരിക്കുകയാണ്. നിയമ നടപടി സ്വീകരിക്കും. അതിനകത്ത് മുഖം നോക്കുന്ന പരിപാടിയില്ല. ഈ മരിച്ച കുടുംബത്തോട് ആ ദുഃഖത്തിൽ ഞങ്ങളെല്ലാം പങ്കുചേരുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹായവും ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യും. എന്താണ് വീഴ്ച പറ്റിയത്, ആ വീഴ്ച അന്വേഷിക്കും. അതിനകത്ത് കർശനമായ നടപടിയും സ്വീകരിക്കും. 2-3 ദിവസത്തിന് മുമ്പ് അവിടെ KSEB ഉദ്യോഗസ്ഥരും മാനേജ്മെൻറ്റും പോലീസ് അടക്കമുള്ള ബന്ധപ്പെട്ടവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അപ്പോൾ KSEB എന്തെങ്കിലും ഉണ്ടെങ്കിൽ KSEB ആണ് സ്കൂൾ അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടുന്നത്. എന്നാൽ ഇന്നലെ വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ്. അന്നത്തെ ആ മീറ്റിംഗിൽ പോലും റിപ്പോർട്ട് ചെയ്തില്ല. ആശ്വാസവാക്കുകളൊന്നും മരണത്തിനുത്തരമല്ല. നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 100ഓളം വരുന്ന കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ. ഈ ഹൈസ്കൂൾ HM-നും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ അവർ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കും. ഇലക്ട്രിസിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തും ഒരു പിഴവുണ്ട്. അതായത് ഈ ലൈൻ താഴ്ന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും വേണ്ട സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കാത്തതിന് പേരിൽ അതൊരു ചെറിയ വീഴ്ചയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ ഉദ്യോഗസ്ഥർ
സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു. ഇപ്പൊ 2 ദിവസം മുൻപ് അല്ല, അതിനെക്കുറിച്ചിട്ടാണ് അന്വേഷിക്കാൻ പോകുന്നത്. അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു അവർ അറിയിക്കേണ്ട ഉത്തരവാദിത്വം KCBക്ക് ഉണ്ടോ ഇല്ല എന്ന് പറയുന്നില്ല. അതേപോലെ ഈ ഷെഡ് കെട്ടുമ്പോൾ പെർമിഷൻ ചോദിക്കണ്ടേ? അതും ചെയ്തിട്ടില്ല. ഷെഡ് കെട്ടുമ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടില്ല. എന്നിട്ട് കവേർഡ് കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൊടുത്തു മാനേജ്മെൻറ്റിന്. ഒരു പോസ്റ്റ് അവിടെ ഇടണം. പക്ഷെ അതിന് അനുമതി അത്ര എളുപ്പം കൊടുത്തിട്ടില്ല. 2 ദിവസം മുമ്പാണല്ലേ? അല്ല, കുറച്ച് ദിവസം മുമ്പ്, 2 ആഴ്ച കഴിഞ്ഞു. ഈ അങ്ങനെ ഒരു ലൈൻ എടുക്കാൻ പാടില്ലല്ലോ. അതും കൂടി കണ്ട രണ്ടാളും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ട്, KCBയുടെ ഭാഗത്ത് ഞാൻ വീഴ്ചയില്ല എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ലൈൻ ഇങ്ങനെ താഴ്ന്നു കിടക്കാൻ, ഒരു സുരക്ഷയുടെ ആംഗിൾ നോക്കുമ്പോൾ ലൈൻ ഇങ്ങനെ താഴ്ന്നു കിടക്കാൻ പാടില്ല. അത് നേരത്തെ കണ്ട് നടപടി എടുക്കാൻ KCBക്കും വീഴ്ച സംഭവിച്ചു. നടപടി എടുക്കാൻ വീഴ്ച സംഭവിച്ചിട്ടില്ല, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ വെറുതെ ന്യായീകരിക്കുന്നില്ല. മിഥുനെ കൊലയ്ക്ക് കൊടുത്തതാണ് ശരിയല്ലാത്ത സിസ്റ്റം. ചേതനയറ്റ മിഥുൻ വീട്ടിലേക്ക് വരികയാണ്. കളിക്കൂട്ടുകാർ, നാട്ടുകാർ, ഉറ്റവരെല്ലാം ഹൃദയം തകർന്ന് ചോദിക്കുന്നു, എന്തിന് ഞങ്ങളുടെ മിഥുനെ നിങ്ങൾ കൊന്നു?